ഇന്നലെ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ടോ. എന്താണ് ആ വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ രാത്രി വരെ ഞാൻ അനുഭവിച്ചെന്ന ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. അപ്പം ഞാൻ അനുഭവിക്കുന്ന ഈ ഒരു പ്രശ്നം ഇന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ പരിസരത്തിലുള്ള തന്നെ ഒരുപാട് ആൾക്കാർ ഈ ഒരു പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടായിട്ട് ഓപ്പറേഷൻ വരെ ചെയ്ത ആൾക്കാർ വരെ ഉണ്ട് കേട്ടോ. ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വട്ടം ചെയ്താലും പോരാ. ഈ ഒരു പ്രശ്നം നമ്മളെ 2 അവയവങ്ങളെയാണ് ബാധിക്കുന്നത്. അപ്പോൾ 2 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്യണം. ഒരു ഭാഗത്ത് ഓപ്പറേഷൻ ചെയ്ത് 15 ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത ഭാഗത്ത് ഓപ്പറേഷൻ ചെയ്യുക. അപ്പോൾ ആ ഒരു വേദനയും ആ ഒരു ഇടങ്ങേറും ഒക്കെ പാടെ സഹിച്ചിട്ട് എന്തിനു പറയണു, നമുക്ക് ഒരുപാട് വിഷമവും സങ്കടമൊക്കെ തരുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇന്നലെ രാത്രി വരെ ഞാൻ അഭിമുഖീകരിച്ചത്. അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് ഇനി നമുക്ക് ഓപ്പറേഷനും വേണ്ട, ഒരുപാട് പൈസ ചിലവാക്കണ്ട, വളരെ ചുരുങ്ങിയ ചിലവിൽ കുറച്ച് പൈസയ്ക്ക് എൻ്റെ കയ്യിലുള്ള ഈ 2 സംഭവങ്ങൾ വെച്ചിട്ട് ആ പ്രശ്നം പരിഹരിക്കുക. കോൾഗേറ്റും സർജിക്കൽ ടാപ്പാണ് ആ 2 സാധനങ്ങൾ. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും നിങ്ങൾ ആലോചിക്കണത് എന്താണ് പ്രശ്നം എന്നല്ലേ? എൻ്റെ ഈ കാത് തന്നെയാണ് പ്രശ്നം. ആ കാതിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് ഇപ്പം ഞങ്ങൾക്ക് കാണിച്ചു കേട്ടോ. ഞാൻ ഈ കമ്മലൊന്ന് അഴിക്കട്ടെ. കണ്ടില്ലേ, ഈ കാതിൻ്റെ ഈ ഒരു ഓട്ട വലുതായി വരിക. അപ്പം എൻ്റെ ഈ ഒരു കാതിൻ്റെ ഓട്ട ഇത്രയും നല്ലതെന്നില്ല കേട്ടോ, ഇതിലേറെ കുറച്ചും കൂടി വലുപ്പമുണ്ടായിരുന്നേ, അതായത് ഇന്നലെ രാത്രി വരെ. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ആ ഒരു സൂത്രം ചെയ്തതിന് ശേഷം ഈ ഒരു കാതിൻ്റെ ഓട്ട കുറച്ചും കൂടി ചെറുതായിട്ടുണ്ട്. ഒറ്റ ദിവസം ഒരു രാത്രിയേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ഓർക്കണം അത്. അപ്പോൾ ഈ കാതിൻ്റെ ഓട്ട വലുതാവണം എന്താ വെച്ചാൽ എനിക്ക് എല്ലാവർക്കും അറിയാലോ. അതേ സംഭവം തന്നെ. വലിയ കമ്മൽ ചെറുപ്പം മുതലായിട്ട് തൂക്കിയിട്ട് നടന്നിട്ട് അങ്ങനെ വലുതായി വന്നതാണ്. ഇന്നലെ രാത്രി ഞാൻ ഈ സൂത്രം ചെയ്യണ ആ ഒരു സമയം വരെ എനിക്ക് ഉറപ്പില്ല എന്നില്ല കേട്ടോ, ഒറ്റ ദിവസം കൊണ്ടൊന്നും ഇത്രയും അടയുന്നൊന്നും. അപ്പം എനിക്ക് രാവിലെ നീച്ചു നോക്കുമ്പോൾ ദൈവമേ ഒരുപാട് സന്തോഷം, അത്ഭുതം, എനിക്ക് പറയാൻ വാക്കുകളുണ്ടായിരുന്നില്ല. ഞാൻ ചിന്നുവിനും ദിനുവിനും ഇവനാടിനെ ഒക്കെ വിളിച്ചിട്ടുണ്ടെന്ന് കാണിച്ചു കൊടുത്തിട്ട്. അപ്പോൾ അവർക്കൊക്കെ അറിയാലോ എൻ്റെ കമ്മലിൻ്റെ കാതിൻ്റെ ഈ ഓട്ട എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അവർക്കും തന്നെ അത്ഭുതമായി, ഇത്രയൊക്കെ തീർന്നോന്ന് വെച്ച്. അപ്പോൾ ഈ ഒരു സന്തോഷം നിങ്ങളിലേക്ക് എത്തിച്ചു തരാഞ്ഞാൽ എനിക്ക് ഉറക്കം വരില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞധികം ബുദ്ധിമുട്ടിക്കണില്ല, സംഭവം എങ്ങനെ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ 2 കാലത്തെ കമ്മൽ ഞാൻ അഴിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചതാ, ഈ സർജിക്കൽ ടാപ്പ് എടുത്തതിന് ശേഷം ഇത് ചെറിയ കഷ്ണാക്കി മുറിച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഇത്ര വലുപ്പമുള്ള സർജിക്കൽ ടാപ്പാണ് കേട്ടോ ഞാൻ മുറിച്ചെടുത്തത്. ഇനി ഇതിനെ നേരെ നമ്മളെ കാതിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കുക. കണ്ണാടി ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കി ഒട്ടിക്കട്ടോ. ഒരു കഷ്ണം കൂടി മുറിച്ചെടുത്തിട്ട് മറ്റേ കാതിൽ ഒട്ടിക്കട്ടോ. അങ്ങനെ 2 കാതിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു. ഇനിയാണ് നമ്മളെ മെയിൻ സാധനം, കോൾഗേറ്റ് കുറച്ചെടുക്കട്ടോ. ഇത്ര മതിയേ. ഇതേപോലെ നമ്മളെ കാതിൻ്റെ ആ വലിയ ഓട്ടല്ലേ അവിടേക്ക് ഉണ്ട് തേച്ച് കൊടുക്കുക. എനിക്ക് കാണില്ല, ഇവിടെ തന്നെയാണോ മനു? ഇതേപോലെ ഈ കാതിലും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ രാത്രി കിടക്കാൻ നേരത്തെ തേച്ചാൽ മതി കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി കിടക്കാൻ നേരത്തെ തേച്ച് രാവിലെ ആയപ്പോഴേക്ക് തന്നെ എനിക്ക് ഇത്ര റിസൾട്ട് കിട്ടി. അപ്പോൾ എനിക്ക് അറിയാലോ നമ്മളെ കാതിൻ്റെ കമ്മലിടുന്ന ആ ഒരു ഹോൾ എത്രമാത്രം വലിപ്പം വേണമെന്ന്. ആ വലിപ്പം ആവണതുവരെ ഞാൻ തേക്കും കേട്ടോ. പകൽ തേക്കണില്ല, രാത്രി തേച്ചാൽ മതി. പകൽ തേക്കുമ്പോൾ എല്ലാവരും ഇതിങ്ങനെ കാണുമ്പോൾ എന്താണെന്നൊക്കെ ചോദിക്കും. പകൽ തേക്കുന്നതോട് കുഴപ്പമുണ്ടായിട്ടല്ല, രാത്രി തേക്കാവും സേഫ്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ഇതേപോലെ തേച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഇതേപോലെ കാതിന് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, വലിയ ഹോളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ എത്രമാത്രം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുള്ളത്. ആവശ്യത്തിനനുസരിച്ച് തേച്ചിട്ട് നിങ്ങളെ കാത് സേഫാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ മൊത്തമായിട്ട് അടച്ചിട്ട് കാതിൻ്റെ ഓട്ട അടച്ച് കളയരുത് കേട്ടോ. നിങ്ങൾക്ക് കമ്മലിടാൻ എത്രമാത്രം ഓട്ട വേണം ആ ഒരു സമയം വരെ നിങ്ങൾ ചെയ്താൽ മതിയേ. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും പോയി കാതെത്തേണ്ടി വരും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെ ചെയ്തിട്ട് ഒരു മാസങ്ങൾ വലിയ തൂക്കമുള്ള കമ്മലൊന്നും ഇടരുത് കേട്ടോ. അതായത് കനുള്ള കമ്മലൊന്നും ഇടരുത്, ചെറിയ സ്റ്റഡൊക്കെ ഇട്ടാൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും കൂടി എത്തിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചീരളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടി തൊട്ടടുത്താലാണ് നമ്മളിടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ എല്ലാവരും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.